USCPA എന്താണെന്നുള്ളത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസി അമേരിക്കയിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക അതിനെ നമ്മൾ CPA എന്ന് വിളിക്കാം. സോ ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് തത്തുല്യമായിട്ടുള്ള ഒരേ രീതിയിലുള്ള റെക്കഗ്നിഷനും പെർക്വിസിറ്റ്സും കിട്ടുന്ന US ക്വാളിഫിക്കേഷൻ ആണ് CPA. സോ ഇന്ത്യൻ CA ഈസ് ഈക്വൽ ടു USCPA. അതുകൊണ്ട് തന്നെ USCPAക്കാര് ഏറ്റവും കൂടുതൽ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുമാണ്. അതേപോലെ തന്നെ നമ്മളൊരു ഗ്ലോബൽ അക്കൗണ്ടിങ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോഴേക്കും US ക്വാളിഫിക്കേഷൻസിന് അവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രസക്തി ഉണ്ട്. കാരണം ഈവൻ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വേൾഡ് ട്രേഡ് സ്റ്റിൽ ഡിനോമിനേറ്റഡ് ഇൻ US ഡോളേഴ്സ്. പല രാജ്യങ്ങളും മാറി മാറി കൊണ്ടുവരുന്നുണ്ട്, ബട്ട് സ്റ്റിൽ വേൾഡ് ട്രേഡ് മിക്ക ആൾക്കാരും US ഡോളേഴ്സ് തന്നെയാണ് അവർ മെഷർ ചെയ്യുന്നത്. സോ ഈവൻ ദോ അമേരിക്ക ഇസ് ആക്ച്വലി ഫേസിങ് എ റിസഷൻ റൈറ്റ് നൗ, അവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള രീതിയിൽ എക്കണോമിക് ഇമ്പാക്ട് മറ്റുള്ള രാജ്യങ്ങളുടെ മുകളിൽ ചെലുത്താനായിട്ട് ഇപ്പോഴും അമേരിക്കയ്ക്ക് കഴിയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഏത് രാജ്യങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും US ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ആ രാജ്യങ്ങളിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് പോസിബിലിറ്റീസ് ഓപ്പൺ അപ്പ് ചെയ്യുന്നുണ്ടാവും. സോ ഇപ്പറഞ്ഞ US അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് മേഖലയിൽ വന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ടേക്കപ്പ് ചെയ്യണമെങ്കിൽ USCPA പോലത്തെ ഒരു കോഴ്സ് വേണം. പിന്നെ US ടാക്സ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള വലിയ രീതിയിലുള്ള ഓഫ്ഷോറിംഗ് വരുന്നുണ്ട്. അവിടെയും CPAക്കാർ തന്നെയാണ് ഹയർ ചെയ്യാറുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു കരിയർ കിക്ക് സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് എൻറോൾഡ് ഏജന്റ് പോലത്തെ ഒരു കോഴ്സും നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. സോ കമ്പയർഡ് ടു CPA എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു പ്രൊഫഷണലി കുറച്ചുകൂടി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ്. എൻറോൾഡ് ഏജന്റ് ക്വാളിഫിക്കേഷൻ നമുക്ക് US ടാക്സ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ഇപ്പറഞ്ഞ CPA ക്വാളിഫിക്കേഷൻ അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, എല്ലാ ആൾക്കാർക്കും USCPA പെർസ്യൂ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവാം. ഇപ്പോൾ പാൻഡമിക്കിന് മുമ്പായിരുന്നുവെങ്കിൽ US പോയിട്ട് നമ്മൾ എക്സാമിനേഷൻ എഴുതേണ്ട സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു CPA എക്സാംസിന്റെ കേസിൽ. ബട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ US ഓപ്പർച്യൂണിറ്റീസിന്റെ ഒക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ US ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിന്റെ കാര്യങ്ങൾ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കോവിഡ് പാൻഡമിക് വാസ് ആക്ച്വലി എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. കാരണം നമുക്ക് കോവിഡ് പാൻഡമിക് കാരണം അമേരിക്കൻ ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഓപ്പൺ അപ്പ് ആയി. അതും വളരെ വലിയ നമ്പേഴ്സിലാണ് ഈ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാൻഡമിക്കിന് മുമ്പ് CPA പെർസ്യൂ ചെയ്യുന്നതിന് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ആൾക്കാർക്ക് ചെയ്യുന്നതിന് വളരെയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ആ റെസ്ട്രിക്ഷൻസ് എല്ലാം തന്നെ നമുക്ക് എലിമിനേറ്റഡ് ആക്കാനായിട്ട് നമുക്ക് കോവിഡ് പാൻഡമിക് സഹായിച്ചിട്ടുണ്ട്. കാരണം ആഫ്റ്റർ പാൻഡമിക് ഇന്ത്യയിൽ തന്നെ 8 എക്സാം സെന്റേഴ്സ് ഇവർ ഓപ്പൺ അപ്പ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ 8 നഗരങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് എക്സാമിനേഷൻ എഴുതാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഓപ്പൺ അപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഗ്രാജുവേറ്റ്സിന് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ്സിന് CPA നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടും അതും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും ഈ പറഞ്ഞ റിമോട്ട് വർക്കിങ്ങിന്റെ പോസിബിലിറ്റീസ് വെച്ചിട്ട് നമുക്ക് ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടാവും. So, and moving on to why you can be here at Preview. Okay, Previewന്റെ കേസിൽ ലൈവ് ഓൺലൈൻ ക്ലാസ് റണ്ണിംഗ് ആണ് തരിക. ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കും. ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഇനഫ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഓഫ്ലൈൻ ക്ലാസ്സുകൾ തുടങ്ങുക. ആൻഡ് വി പ്രൊവൈഡ് 300 hours ഓഫ് CPA. ഓക്കെ, ആൻഡ് വി പ്രൊവൈഡ് സർജൻ CPA ആൻഡ് EA റിവ്യൂ. കാരണം ഒരു അമേരിക്കൻ കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് തന്നെ യു നീഡ് അമേരിക്കൻ മെറ്റീരിയൽസ് ആൻഡ് സർജൻ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് അമേരിക്കൻ റിവ്യൂ പ്രൊവൈഡേഴ്സ് ഔട്ട് ദെയർ. CPA പഠിക്കാൻ വേണ്ടി വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊവൈഡേഴ്സ് ആണ് സർജൻ. ആൻഡ് വി പ്രൊവൈഡ് ഫ്രീ ഇവാലുവേഷൻ സപ്പോർട്ട് ഫോർ CPA. കാരണം CPA എലിജിബിലിറ്റി ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇവാലുവേഷൻ സർവീസ് വേണം. ആ ഒരു ഇവാലുവേഷൻ ഫ്രീ ആയിട്ട് ഞങ്ങൾ ഇത് ചെയ്തു തരും. റഫ് ഇവാലുവേഷൻ നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ സ്റ്റുഡൻസിനെ ശരിക്കുള്ള അമേരിക്കൻ ഇവാലുവേഷനിലേക്ക് ഗൈഡ് ചെയ്യുക. ആൻഡ് എക്സാം രജിസ്ട്രേഷന്റെ ഗൈഡൻസും അതുപോലെ തന്നെ ലൈസൻസിന്റെ ഗൈഡൻസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് വി ഹാവ് 1-on-1 റിവിഷൻ സെഷൻസ്. ഫാക്കൽറ്റീസ് ഓൾമോസ്റ്റ് ഓൾ ദ ടൈം അവൈലബിൾ ആയിരിക്കും. ഹോളിഡേസ് ഒഴിച്ച് അല്ലാത്ത അവൈലബിൾ ആയിരിക്കും. യു ക്യാൻ കോൺടാക്ട് ദ ഫാക്കൽറ്റി ഡയറക്ട്ലി. ആൻഡ് വി പ്രൊവൈഡ് പ്ലേസ്മെന്റ് സപ്പോർട്ട്. എല്ലാ എക്സാമും പാസ്സായി കഴിഞ്ഞവർക്ക് പ്ലേസ്മെന്റ് സപ്പോർട്ടും പ്ലേസ്മെന്റ് അസിസ്റ്റൻസും വി ആർ പ്രൊവൈഡിംഗ് ദർ. ആൻഡ് ഓഫീസ് സ്റ്റാഫിന്റെ പൂർണ്ണമായുള്ള സപ്പോർട്ടും വിൽ ബി ദർ ഫ്രം ദ പ്രൊവൈഡ്. ആൻഡ് സർജന്റിന്റെ കേസ് ഇപ്പൊ നിങ്ങളെ കുറെ കേൾക്കുന്ന സാധനമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, നിങ്ങൾ കുറെ ചാറ്റ് GPT പോലത്തെ സാധനങ്ങളെ പറ്റി നിങ്ങൾ കുറെ കേൾക്കുന്നുണ്ട്. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന ഒരു റിവ്യൂ പ്രൊവൈഡർ ആണ് സർജൻ CPA റിവ്യൂ. നിങ്ങൾ സർജൻ CPA റിവ്യൂ എടുത്തു കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന വെച്ചാൽ ആരും നിങ്ങളെ കൊണ്ടൊരു 150 ക്വസ്റ്റ്യൻസ് ഈ ആപ്പ് ചെയ്യിക്കും. ഒരു വെബ് പോർട്ടലാണ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലെവൽ അസസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള സ്റ്റഡി പ്ലാൻ ഇവർ തന്നെ ഉണ്ടാക്കി തരും. ഓക്കെ, ആൻഡ് they will make you do the MCQs, they will make you do task based simulations, and with each correct simulation your score gets improved. So നമുക്ക് റെഡി സ്കോർ എന്ന സാധനമുണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യും തോറും റെഡി സ്കോർ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കും.
കറക്റ്റ് ആയിട്ട് നമ്മൾ തെറ്റിക്കും തോറും റെഡി സ്കോർ കുറഞ്ഞിട്ടിരിക്കും. സോ റെഡി സ്കോറിന് ഏകദേശം അടുത്തായിട്ടുള്ള സ്കോർ തന്നെയാണ് മിക്കവാറും എക്സാമിന് കിട്ടാൻ പോകുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സർജൻ CPI റിവിൽ 80 മാർക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. റെഡി സ്കോർ 80 ഉണ്ടെങ്കിൽ ഏകദേശം 82 അല്ലെങ്കിൽ 78 ആ റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് ആക്ച്വൽ എക്സാമിന് കിട്ടാൻ പോകുക. അത്രയ്ക്ക് ആക്യുറേറ്റ് ആയിട്ടാണ് സർജന്റിന്റെ കാര്യങ്ങൾ പോവുക. ആൻഡ് ഐ എം എ വെരി ബിഗ് ഫാൻ ഓഫ് സർജൻ. എന്നെ CPI എക്സാം പാസ് ചെയ്യാൻ വേണ്ടി സർജൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഏകദേശം 92% പാസ് റേറ്റ് ഉണ്ട്. ആൻഡ് ഇറ്റ് ബോസ്റ്റ് 50% സ്റ്റഡിന്റെ. കാരണം സർജന്റിന്റെ വീഡിയോസ് എല്ലാം തന്നെ ഇപ്പൊ ഞങ്ങളുടെ ലൈവ് ക്ലാസിന്റെ കൂടാതെ സർജന്റിനകത്തും എക്സ്പ്ലനേറ്ററി വീഡിയോസ് ഉണ്ട്. ഇറ്റ് ഈസ് എവറിത്തിങ് ഈസ് ഷോർട്ട് ആൻഡ് ടു ദി പോയിന്റ്. ഓക്കെ, നമുക്ക് PDF ആയിട്ടുള്ള ടെക്സ്റ്റും കിട്ടും, അതേപോലെ തന്നെ ആക്ച്വൽ ടെക്സ്റ്റ് ബുക്കും കിട്ടും. ആ ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു ക്രിസ്പ് വേർഷൻ ആണ് അവർ വീഡിയോയിലൂടെ തരിക. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ്സ്. നമുക്ക് നമ്മൾ അമേരിക്കൻ സാധനം പഠിച്ചു വരുമ്പോൾ ആദ്യം കുറച്ച് പുകയായിരിക്കും തരില്ല, എനിക്ക് സംഭവിച്ചാണ്. പക്ഷേ വെൻ യു സിറ്റ് വിത്ത് ഇറ്റ് ബിക്കംസ് മച്ച് മോർ ഈസിയർ. സർജന്റിന് ഒരുപാട് ആ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം പോയിന്റ്സ് നമുക്ക് വേണ്ട കൺസെപ്റ്റ്സ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സർജന്റിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ ടെക്സ്റ്റ് അത്യാവശ്യം കോംപ്രഹെൻസീവ് ആണ്, എല്ലാ കാര്യങ്ങളും അവർ കവർ ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ്സും കിട്ടുന്നുണ്ടായിരിക്കും. സോ സർജൻ ഇസ് എ വെരി നൈസ് അഡീഷണൽ തിങ് ടു ഹാവ് along with PrepQ.